ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന യൂണിറ്റ് 1 ഫാർമസ്യൂട്ടിക്സ് 1ന്റെ പാർട്ട് 1 ആണ്. മെഡിസിനൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് ലേബലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. സോ അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. സോ എന്താണ് പ്രിസ്ക്രിപ്ഷൻ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഡോക്ടർ എഴുതുക അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എഴുതുന്നൊരു ഓർഡറാണ്, റിട്ടൺ ഓർഡറാണ്. ആർക്കാ എഴുതുക? ഫാർമസിസ്റ്റിന് കൊടുക്കുന്നതല്ലേ. എന്തിനു വേണ്ടി? അത് നമ്മൾ പറയുവാണ് ഫാർമസിനോട് ഇന്ന ഇന്ന മരുന്നുകൾ കൊടുക്കണം എന്ന് പറയുക അല്ലെ. ആർക്ക് വേണ്ടിയിട്ട്? അത് പേഷ്യന്റിന് വേണ്ടിയിട്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. എ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഈസ് എൻ ഒഫീഷ്യൽ ഓർഡർ ടിപ്പിക്കലി റിട്ടൺ ബൈ എ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സച്ച് എസ് ഫിസിഷ്യൻ ഓർ ഡെന്റിസ്റ്റ്. ഓക്കെ, ഇതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം. ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. അതായത് ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഓർഡർ ആണ്, വിച്ച് ഇസ് റിട്ടൺ ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ RMB എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് ഫിസിഷ്യനോ ഡെന്റിസ്റ്റോ എഴുതുന്ന ഒരു ഓർഡറാണ്, മെഡിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓർഡർ ആണെന്ന് മനസ്സിലായി അല്ലേ. ഇനി ഇൻസ്ട്രക്റ്റിംഗ് എ ഫാർമസിസ്റ്റ് ഓർ തെറാപ്പിസ്റ്റ് ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്. ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി തെറാപ്പിസ്റ്റിന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയോ ആയിരിക്കാം. എയ്തർ മെഡിസിൻ ഓർ ഡിവൈസ് ടു എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് മെഡിസിൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഡിവൈസ് കൊടുക്കാനോ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ഓർഡർ ആണ് അല്ലേ. ഇനി മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രിസ്ക്രിപ്ഷനെ സംബന്ധിച്ച്. ഓക്കെ, അതായത് ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് രണ്ട് രീതിയിൽ പ്രിസ്ക്രിപ്ഷൻസ് വരാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ചില ഡ്രഗുകൾ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി പ്രിസ്ക്രിപ്ഷൻ മാൻഡേറ്റ് അല്ല എന്നുള്ളൊരു കാറ്റഗറിയാണ് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് എന്ന് വെച്ചാൽ വിച്ച് റിക്വയർഡ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ അക്യുസേഷൻ ആൻഡ് നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് വിച്ച് ക്യാൻ ബി പർച്ചേസ് വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ, നമുക്ക് ഫാർമസി പോയിട്ട് തലവേദനയാണ്, പാരസ്റ്റമോൾ തരണം എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ വൈറ്റമിൻ ഗുളിക തരണം എന്ന് പറയില്ലേ. ഇതൊക്കെ ഓവർ ദ കൗണ്ടർ എന്നാ പറയാം. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല, നിർബന്ധമല്ല. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമുക്ക് മരുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് പോലുള്ള അല്ലെങ്കിൽ സൈക്കോസിനും മെന്റൽ ഡിസീസിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളുണ്ട്. അതൊക്കെ നിർബന്ധമായും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല. അത് മാത്രമല്ല, ഡോക്ടർ നിർബന്ധമായി എഴുതണം എത്ര നാൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് എഴുതിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മരുന്ന് പോലും കിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്, സിമ്പിളായിട്ട് മനസ്സിലായില്ലേ. ഡെഫിനിഷൻ പഠിക്കുക, ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ ഏത് വാക്ക് കണ്ടാലും എന്ത് ചെയ്യുക, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം, അത് എഴുതാനും പറ്റണം എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കമ്പോണൻറ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഒരു പ്രിസ്ക്രിപ്ഷനിൽ വരുന്ന കമ്പോണൻസ്? സോ ഇതിൻ്റെ ഓരോ കമ്പോണൻസ് ഞാൻ പറയും. ഇത് ഇലാബറേറ്റ് ചെയ്ത് നമ്മുടെ എവിടെയുണ്ട്, നോട്ടിലുണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് ഐഡിയ മാത്രം മനസ്സിലാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് പ്രിസ്ക്രൈബേഴ്സ് ഇൻഫർമേഷൻ ആണ്. അതായത് എന്താണ്, നമ്മുടെ പേര്, ഡിഗ്രി, അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പേര് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എവിടെയാണ് വരെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഇപ്പോൾ ഡോക്ടർ അഭിജിത്ത് എന്നുള്ള പേര്, അല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്ക് AP സൺസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡ്ഹെഡ് ഹബ് ഹോസ്പിറ്റൽ, ഇന്ന അഡ്രസ്സ്, ഇന്ന ഫോൺ നമ്പർ, അങ്ങനെ പറയുന്ന പോലെ പ്രിസ്ക്രൈബേഴ്സ് ഇൻഫർമേഷൻ നമുക്ക് വെക്കാം. ഇനി രണ്ടാമത് വരുന്നത് പ്രിസ്ക്രൈബർ ഇൻഫർമേഷൻ, ആരാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അയാളുടെ ഇൻഫർമേഷൻ ആട്ടോ. സോ നിങ്ങൾക്കത് ഇലാബറേറ്റ് ചെയ്യാം. അതായത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ്, ദ പ്രിസ്ക്രൈബർ ഡീറ്റെയിൽസ് ലൈക്ക് രജിസ്റ്റർ നമ്പർ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നിങ്ങൾക്ക് ആ പേപ്പർ നിറച്ച് വെക്കാം കേട്ടോ. അത് നിറയ്ക്കണം. നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഐഡിയ മാത്രം തരുവാണ് കേട്ടോ. രണ്ടാമത് പേഷ്യൻ്റ് ഇൻഫർമേഷൻ ആണ്. അത് പേഷ്യൻ്റെ പേര് വേണം, അഡ്രസ്സ് വേണം, ഏജ് വേണം, എന്നാണ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളുടെ ഐഡൻറ്റിഫിക്കേഷൻ ആണല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഇലാബറേറ്റ് ചെയ്യാം. ഏജ് എന്ന് പറയുന്നത് നിർബന്ധമായും എഴുതണം, അഡ്രസ്സ് നിർബന്ധമായി എഴുതണം, ആ പേഷ്യൻറ്റ് കറക്റ്റ് മരുന്ന് കിട്ടാനുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ഓൺ ചെയ്യാം. രണ്ടാമത്താണ് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ RX എന്ന് പറയൂ കേട്ടോ. സോ സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് ടേക്ക് ദോ അല്ലെങ്കിൽ യു ടേക്ക്, നിങ്ങൾ എടുക്കൂ എന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥം പറയുക. സോ ബേസിക്കലി സംടൈം യൂസ് ടു ഡിനോട്ട് ദ ഫാർമസിനെ ഡിനോട്ട് ചെയ്യാൻ. RX ഇല്ല, നമ്മുടെ RX എഴുതിയിട്ടുള്ള ഗുളികൾ എഴുതാം, അതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. യു ടേക്ക്, നിങ്ങൾ എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കൊടുക്കുന്ന ഭാഗമാണ് സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രിപ്ഷൻ ആണ്. സോ ഇൻക്രിപ്ഷനകത്ത് ഏത് മരുന്നാണ്, എത്ര സ്ട്രെങ്ത്തിലാണ് കഴിക്കേണ്ടത്, ഏത് ഫോർമുലേഷൻ ആണ് കഴിക്കേണ്ടത്, ടാബ്ലറ്റ് ആണോ അല്ലെങ്കിൽ സിറപ്പ്
ഉറപ്പാണോ, അങ്ങനെയുള്ള ഫോർമുലേഷൻ കൊടുക്കുവാണ് ചെയ്യുക. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തത് ഇനി സബ്സ്ക്രിപ്ഷനാണ് കേട്ടോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡ്സ് ഡിറക്ഷൻ ടു ദ ഡിസ്പെൻസർ റിഗാർഡിംഗ് ഡോസേജ് ഫോം ഓർ ക്വാണ്ടിറ്റി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പാരസ്റ്റമോൾ തന്നെ 250 mg ഉണ്ട്, 500 mg ഉണ്ട്, 750 mg ഉണ്ട് അല്ലെ. പല തരത്തിലാണ് നമുക്ക് സ്ട്രെങ്ത്തുകളുള്ളത്. അപ്പോൾ ഏത് സ്ട്രെങ്ത് ആണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ചുമ്മാ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പോവുകയാണേ. ടാബ് പാരസെറ്റമോൾ 500 mg ഇൻറ്റു 5 days. കണ്ടോ, ഇവിടെ RX വിട്ടു. RX ആയല്ലോ. RX ആണ് എന്ത്, സൂപ്പർസ്ക്രിപ്ഷൻ ആയതല്ലേ. സോ ഞാൻ ഫോർമുലേഷൻ എഴുതി, ടാബ് എന്ന് എഴുതി, അത് ഇൻസ്ക്രിപ്ഷൻ ആയല്ലേ. ഇനി സബ്സ്ക്രിപ്ഷൻ ആണ്, ഏതാണ് കൊടുക്കേണ്ടത്, എത്ര ഡോസിലാണ് കൊടുക്കേണ്ടതെന്നുള്ളതായല്ലേ. ഇനി സിഗ്നയാണ്. സിഗ്ന അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഗീവ്സ് ഇൻസ്ട്രക്ഷൻ ടു പേഷ്യൻ ഓഫൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ഓർ ലാറ്റിൻ. പണ്ട് കാലങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഫാർമസിസ്റ്റിന് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പേഷ്യൻ അറിയരുത്, ഒരു സീക്രട്ടായിട്ട് കൺസിഡർ ചെയ്യുമായിരുന്നു കേട്ടോ പണ്ട് കാലങ്ങളിൽ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. റീസൺ എന്ന് വെച്ചാൽ പുറത്താരും അറിയരുത്. സോ ഫാർമസിസ്റ്റും ഡോക്ടറും തമ്മിൽ ക്ലോസ് കോൺടാക്ട് വെക്കുമായിരുന്നു. സോ പിന്നെ അത് മാറി എന്താണ്, പേഷ്യൻ്റ് ഇത് വായിക്കാൻ സാധിക്കണം, മനസ്സിലാക്കണം. അപ്പം ഇംഗ്ലീഷിലോ ലാറ്റിൻ ടേമിലോ ഒക്കെ ഇപ്പോൾ ഇങ്ങനെ HS, TDS അങ്ങനെ കുറച്ച് നമുക്ക് ലാറ്റിൻ ടേംസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ലാറ്റിൻ ടേംസിലൊക്കെ അവർ എഴുതി തുടങ്ങി. ആൻഡ് പ്രിസ്ക്രൈബോ സിഗ്നേച്ചർ. സോ നമുക്ക് ബേസിക്കലി അറിയാം ആരോട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അയാളുടെ രജിസ്റ്റർ നമ്പർ, സിഗ്നേച്ചറൊക്കെ നമുക്ക് ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് റീഫിൽ ഡിറക്ഷൻ ആണ്. എപ്പോഴാണ് റീഫില്ല് ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗുകൾ പോലുള്ള ഡ്രഗുകൾ കൊടുക്കുമ്പോൾ, നാർക്കോട്ടിക് ഡ്രഗ് കൊടുക്കുമ്പം റീഫില്ല് ചെയ്യേണ്ടത്, എത്ര നാൾ കഴിഞ്ഞത് വീണ്ടും റീഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ വെള്ളത്തിൻ്റെ കൂടെ കഴിക്കണോ, അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ കുടിക്കണോ, ജ്യൂസിന്, അങ്ങനെ അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കണം എന്നുള്ളതാണ്. ഇത്രയുമാണ് പ്രിസ്ക്രിപ്ഷൻ്റെ കമ്പോണൻറ്റ്. പ്രിസ്ക്രൈബേഴ്സ് ഇൻഫർമേഷൻ, പേഷ്യൻ്റ് ഇൻഫർമേഷൻ, സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, സിഗ്ന, പ്രിസ്ക്രൈബർ, സിഗ്നേച്ചർ, റീഫിൽ ഡിറക്ഷൻസ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. സിമ്പിളല്ലേ, എളുപ്പമല്ലേ? ഇവിടെ നിന്ന് ഒരു 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ നോട്ട് വായിക്കുക, അത് നിങ്ങളുടെ മനസ്സിൽ കയറ്റുക. പക്ഷേ ഈ പറഞ്ഞ ഇത്രയും സാധനം അതുപോലെ അവിടെ ഉണ്ടാവണം. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. ഇത് ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആദ്യമേ ഈ സംഭവങ്ങൾ എഴുതി ചെറിയ ചെറിയ നോട്ട് പോലെ എഴുതിയതിനു ശേഷം പിന്നെ ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവും കേട്ടോ. സോ ഇത് പോയിന്റ്സ് ആണ്. ഇനി ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. പ്രിസ്ക്രിപ്ഷൻ എത്ര തരത്തിലാണ് ഉള്ളത് എന്നാണ്. ഫസ്റ്റ് വൺ ഈ സിമ്പിൾ പ്രിസ്ക്രിപ്ഷൻ. അതായത് നമുക്ക് ഓൾറെഡി പ്രീ ഫോർമുലേറ്റഡ് പ്രൊഡക്ട്സുകൾ ഉണ്ടായിരിക്കും ഫോർ എ സിംഗിൾ കമ്പോണൻറ്റ്. കണ്ടോ, ഇവിടെ എന്താ വായിക്കുന്നത്? ഫോർ എ സിംഗിൾ കമ്പോണൻറ്റ് ഓർ എ പ്രീ ഫോർമുലേറ്റഡ് പ്രൊഡക്റ്റ് നോട്ട് റിക്വയറിങ് കോമ്പൗണ്ടിങ്. കണ്ടോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടാബ്ലറ്റ് പാരസെറ്റമോൾ നമുക്കറിയാം ടാബ്ലറ്റ് ആണ്, അത് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. സോ ഡോളോയോ കാൽപോളോ പോലുള്ള ഗുളിക എഴുതും. അപ്പോൾ ടാബ് പാരസെറ്റമോൾ എന്ന് എഴുതി വിടുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രിസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ ഒരു ഡ്രഗ് മാത്രമേ ഉണ്ടാകുള്ളൂ, ഇല്ലെങ്കിൽ ഓൾറെഡി പ്രീ ഫോമിൽ നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡ്രഗ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് ഓർ കോംപ്ലക്സ് പ്രിസ്ക്രിപ്ഷൻ. ഇവിടെ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഇവിടെ കോമ്പൗണ്ടിങ് ആവശ്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ കോമ്പൗണ്ടിങ് ഇല്ല കേട്ടോ, എന്നാലും കോമ്പൗണ്ടിങ് ഉള്ളതുണ്ട്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ പീഡിയാട്രിക് ഫോർമുലേഷൻസിനൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ ഡ്രഗ്സ് കൊടുക്കുമ്പം ഡ്രഗ് അവൈലബിൾ ആകണമെന്നില്ല. ആ സമയങ്ങളിൽ അഡൽട്ട് ഡോസ് നമ്മൾ പൊടിച്ചു കൊടുക്കുവാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം TB ഒക്കെ വരുന്ന കുഞ്ഞു കുട്ടികളില്ലേ, അവർക്കൊക്കെ റിഫാംബസിൻ പോലുള്ള ഡ്രഗുകൾ അവൈലബിൾ അല്ല. അവർക്ക് ചിലപ്പോൾ ഒരു കുറഞ്ഞ ഗ്രാമിൽ മതിയാവും. ഇപ്പോൾ 450 ഗ്രാമൊക്കെയാണ് അഡൾട്ട് ഡോസ്, വലിയ ആൾക്കാർ കഴിക്കുന്ന ഡോസ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് പൊടിച്ചിട്ട് അതിനെ ചെറുതാക്കി നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. ഈ നെക്സ്റ്റ് വൺ ഇസ് ഈ പ്രിസ്ക്രിപ്ഷൻ. പേര് പറയുന്ന പോലെ തന്നെ ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യുന്ന പ്രിസ്ക്രിപ്ഷനെയാണ് ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇലക്ട്രോണിക്കലി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻ പേഷ്യൻ പ്രിസ്ക്രിപ്ഷൻ. ഇൻ പേഷ്യൻ എന്താ? IP അല്ലേ. അപ്പം നമ്മൾ കിടത്തുന്നതാണ്. നോൺ ആംബുലേറ്ററി പേഷ്യൻസ് എന്നാണ് IP പറയാം. എന്താണ് നോൺ ആംബുലേറ്ററി? നടന്നു പോയിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കാത്തതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട പേഷ്യൻസിനെയാണ് എന്ത് IP പേഷ്യൻസ് എന്ന് പറയാം. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് നാർക്കോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ആണ്. സോ അപ്പം IP-കാർക്ക് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ നമുക്കറിയാം. ഡോക്ടേഴ്സ് നമുക്കൊരു ഫയൽ ഉണ്ടാവും, അത് നമ്മൾ എഴുതുക അല്ലേ, പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ അവിടെ എഴുതുകയാണ് ചെയ്യുക. അത്
നമ്മുടെ പേഷ്യൻ്റെ കയ്യിൽ കിട്ടാൻ എപ്പോഴും ചാൻസ് ഉണ്ടായി എന്ന് വരില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് നാർക്കോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ആണ്. ഇവിടെ നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗുകൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നിക്കുന്ന ഡ്രഗുകൾ അല്ലെങ്കിൽ റെഗുലേഷൻ വേണ്ട ഡ്രഗുകൾ അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഡ്രഗ്സുകളൊക്കെയാണ് നാർക്കോട്ടിക് പ്രിസ്ക്രിപ്ഷൻ. സോ എത്ര റീഫില്ല് ചെയ്യണം, എത്ര ഡ്രഗ് കൊടുക്കണം, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കാവൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് നാർക്കോട്ടിക് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാ? സിമ്പിളായി, കോമ്പൗണ്ടായി അല്ലെങ്കിൽ കോംപ്ലക്സ് ആയി, ഈ പ്രിസ്ക്രിപ്ഷനായി, ഇൻ പേഷ്യൻറ്റ് പ്രിസ്ക്രിപ്ഷനായി, നാർക്കോട്ടിക് പ്രിസ്ക്രിപ്ഷൻ. എളുപ്പമല്ലേ? സിമ്പിൾ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. സോ നെക്സ്റ്റ് വൺ ഇസ് ലേബലിംഗ് ഓൺ ദ കണ്ടെയ്നർ ആണ്. അപ്പം ഒരു ലേബലിംഗ് അല്ലെങ്കിൽ ഇരിക്കുന്ന മരുന്ന് ഏതാണ്, ഏത് സ്ട്രെങ്ത് ആണ്, ഏത് ഫാർമസിയിലാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ പ്രിസ്ക്രൈബർ ഏത് പ്രിസ്ക്രൈബർ തന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ ലേബലിംഗ് അപ്പം തന്നെ ഫാർമസി ചെയ്തിട്ട് ഏത് ഡോക്ടർ എഴുതിയത്, എത്ര ഡോസാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും ലേബലിംഗ് നിർബന്ധമാണ്. നമുക്കറിയാം ഏത് സ്ട്രെങ്ത്, എത്രയാണ് കഴിക്കേണ്ടത്, ഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്കതിൽ ഉണ്ടാവും കേട്ടോ. അതായത് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഗുലേഷൻസ്, ഇപ്പോൾ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ് ഒക്കെയാണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളുണ്ടാവും. എപ്പോഴാണ് ഡിസ്പെൻസ് ചെയ്തത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പർ, പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ലേബലിംഗ് ഓൺ ദ കണ്ടെയ്നേഴ്സ് വരിക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. സോ ഈ നെക്സ്റ്റ് വൺ ഈസ് പ്രിസ്ക്രിപ്ഷൻ പ്രോബ്ലം. സോ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു, എന്താ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞു, എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഈ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ എന്നുണ്ടാവാറുണ്ട്. ഒരു ഡോക്ടറിനായാലും ഒരു നേഴ്സിനായാലും ഒരുപാട് ചാലഞ്ചുകൾ വരുന്നുണ്ട് ആക്യുറസിയുടെ കാര്യത്തിൽ. പണ്ട് കാലങ്ങളിലൊക്കെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരും. ചില സമയങ്ങളിൽ വളരെ മൈക്രോഗ്രാംസിലായിരിക്കും ഡ്രഗ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഡൈല്യൂഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡൈല്യൂഷൻ ചെയ്യുക അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എക്സിപ്പിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പം ഡോസിലൊക്കെ ഡിഫറൻസ് വരുമ്പം ഒരുപാട് ചലഞ്ചസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആക്യുറസി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അന്ന് കാലങ്ങളിൽ ഒരു പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ ഇസ് ഡോസ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡോസ് റെജിമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചില സമയങ്ങളിൽ ഓരോ അഡൽട്ടിനും അവരുടേതായ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ റെജിമെൻറ്റുകളിൽ ഡിഫറൻസ് വരും. റെജിമെൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മരുന്നിനായിട്ടോ റെജിമെൻ എന്ന് പറയാം, ഒരു കോഴ്സിനെ പറയാം കേട്ടോ. അപ്പോൾ റെജിമെൻറ്റിൽ ചിലപ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രീഫിക്സഡ് റെജിമെൻ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ 50 kg മുതൽ 60 kg വരെയുള്ള ആൾക്കാർക്ക് ഇന്ന ഗുളികയാണ് കഴിക്കേണ്ടത്, 500 mg ആണ് കഴിക്കേണ്ടത് നമുക്ക് അറിയാമെങ്കിൽ ഓക്കെ. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു പ്രീ ഫോർമുലേഷൻ നേരത്തെ ഉണ്ടാക്കിയ റെഡിമെയ്ഡ് ഫോർമുലേഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോസേജ് കാൽക്കുലേഷൻ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പ്രിസ്ക്രൈബിംഗ് അതോറിറ്റി മേ സ്പെസിഫൈ ഡോസേജ് റെജിമെൻ വിത്തൗട്ട് ഇൻഡിക്കേറ്റിംഗ് ദ ടോട്ടൽ യൂണിറ്റ് ഓഫ് മെഡിക്കേഷൻ. Pharmacists or nurses that need to calculate the number of dosage unit required for the prescribed duration. So പണ്ട് കാലങ്ങളിൽ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഡോക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ പ്രിസ്ക്രൈബർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വിടും, പാരസ്റ്റമോൾ കൊടുക്കണം, 5 ദിവസത്തേക്ക് കൊടുക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ അയാളുടെ ബോഡി വെയിറ്റ് നോക്കി എത്ര എമൗണ്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫാർമസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഡോസേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത് സ്ട്രെങ്ത് ഡിസ്ക്രിപ്പൻസീസ്. സോ സ്ട്രെങ്ത്തിൽ ചെറിയ മാറ്റങ്ങളും ഡിഫറൻസുകളും വരാറുണ്ട്. സംടൈം ദ മെഡിക്കേഷൻ അവൈലബിൾ ഇൻ ദ ഫാർമസി ഡിഫർ ഇൻ സ്ട്രെങ്ത് ഫ്രം വാട്ട് ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്. ദ നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഇൻ നമ്പർ ഓഫ് ഡോസേജ് യൂണിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ട്ലി ത്രൂ കാൽക്കുലേഷൻ. ചില സമയങ്ങളിൽ ഫാർമസികളിൽ ഇരിക്കുന്ന മരുന്നുകൾ ഒരു ആക്യുറേറ്റ് സ്ട്രെങ്ത് ആയിരിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ 50 മുതൽ 60 kg ഉള്ള ആൾക്ക് ഇത്ര എമൗണ്ട് മരുന്ന് കഴിക്കണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു പ്രോപ്പർ സ്ട്രെങ്ത്തിലാകണം അത് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് സ്ട്രെങ്ത്തിലും ചില ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ എത്രയാണ് യൂണിറ്റ് ഡോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സോ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് കാൽക്കുലേഷൻ ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് മെഡിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രിസ്ക്രൈബ് ഡോസ് റെജിമെൻ ആൻഡ് സ്ട്രെങ്ത്. അതായത് നമുക്ക് തന്നിട്ടുള്ള പാരസ്റ്റമോൾ 5 ദിവസത്തേക്കെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അയാളുടെ ബോഡി വെയിറ്റ് ഒക്കെ നോക്കി അയാളുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നോക്കി എത്ര എണ്ണം ഈ 5 ദിവസത്തേക്ക് എത്ര ഗുളിക കഴിക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. 2 ഡിറ്റർമൈനിങ് ദ റീഫിൽ ഡേറ്റ ബേസ്ഡ് ഓൺ പ്രിസ്ക്രൈബ് ക്വാണ്ടിറ്റി ആൻഡ് ഡോസിങ് ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ
ഡോസിങ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഫില്ല് ചെയ്യണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ 5 ദിവസമാണ് ഗുളിക കഴിക്കേണ്ടത്, അത് കഴിഞ്ഞ് വേദന കുറവില്ലെങ്കിൽ ഒരു 5 ദിവസം കൂടെ കഴിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഇനി മൂന്നാമത്തത് അഡ്ജസ്റ്റിംഗ് ദ നമ്പർ ഓഫ് ക്യാപ്സൂൾ ടു ഡിസ്പെൻസ് വെൻ ദ അവൈലബിൾ സ്ട്രെങ്ത് ഡിഫർ ഫ്രം ദ പ്രിസ്ക്രിപ്ഷൻ. നമുക്ക് തന്ന പ്രിസ്ക്രിപ്ഷനിൽ ഇപ്പം 500 mg അല്ല 250 mg ആണെങ്കിൽ 250 mg തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ആ സമയത്തും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡ്രഗ്സുകൾ അഡ്ജസ്റ്റ്മെന്റ് വരുന്നു. അപ്പോൾ ഈ 3 സിനാരിയോയിൽ നമുക്ക് എന്ത് വരാം, മെഡിക്കേഷൻ എറർ വരാം, അല്ലെങ്കിൽ ഡോസിങ് ചലഞ്ച് വരാം, അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ചലഞ്ച് വരാം. അപ്പോൾ ഈ 3 എക്സാമ്പിളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ 3 സിനാരിയോസിലാണ് ബേസിക്കലി എന്ത് ചെയ്യുക, ഈ ഡ്രഗിലൊക്കെ ചലഞ്ചുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ അല്ലേ, എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് അല്ലേ. സോ പ്രാക്ടീസ് പ്രോബ്ലം ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. പ്രാക്ടീസ് സിനാരിയോസ് ഇൻവോൾവിംഗ് ഡോസേജ് കാൽക്കുലേഷൻ ഓഫ് വേരിയസ് മെഡിക്കേഷൻ സച്ച് എസ് ഇൻസുലിൻ, ഡ്രോപ്പ്, ക്യാപ്സൂൾ ആൻഡ് എലിക്സേഴ്സ് ബേസ്ഡ് ഓൺ പ്രിസ്ക്രിപ്ഷൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് അവൈലബിൾ സ്ട്രെങ്ത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേ, അതായത് നമ്മൾ ചില സമയങ്ങളിൽ ഈ പ്രാക്ടീസ് പ്രോബ്ലം, ഇപ്പോൾ എക്സാമ്പിൾ സിറപ്പ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ എങ്ങനെയാണ്, യൂണിറ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ ക്യാപ്സൂൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ എലിക്സേഴ്സ് കൊടുക്കുമ്പോൾ ആ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള സ്ട്രെങ്ത് നമ്മുടെ ഫാർമസിയിൽ ഉണ്ടാകണമെന്നില്ല. ആ സമയത്ത് സംഭവിക്കുന്നു, ഒരു മെഡിക്കേഷൻ എറർ വന്നേക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് പ്രോബ്ലം ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. ഇനി എറേഴ്സ് ആൻഡ് ഒമിഷൻ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ, പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു, ഇനി എൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് പറഞ്ഞു അല്ലേ. ഇനി എറേഴ്സ് ആൻഡ് ഒമിഷൻ ആണ് പറയാൻ പോകുന്നത്. പ്രിസ്ക്രിപ്ഷൻ എറർ ഇൻക്ലൂഡിങ് ഇൻകറക്റ്റ് പേഷ്യൻ്റ് ഇൻഫർമേഷൻ, മെഡിക്കേഷൻ, ഡോസ്, ടൈമിംഗ്, റൂട്ട് ഓർ റീഫിൽ ഇൻസ്ട്രക്ഷൻ ക്യാൻ ലീഡ് ടു അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, അതായത് ഇപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്ന പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് അല്ല, പ്രോപ്പർ ഇൻഫർമേഷൻ അതിനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എറേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 പ്രിൻസിപ്പിളാണ് ക്രൂഷ്യലായിട്ട് നോക്കുന്നത്. 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് ഡോസ്, റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ടൈം, റൈറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാണ്. 5 RP എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് റൈറ്റ് മെഡിക്കേഷൻ കൊടുക്കുക, റൈറ്റ് ഡോസ് കൊടുക്കുക, റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ടൈം, റൈറ്റ് റൂട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എറേഴ്സ് വന്നേക്കാം. അപ്പം സിമ്പിളല്ലേ, ഇത് മനസ്സിലായില്ലേ. അപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പറയാം. സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്, പോസോളജി. എന്താണ് പോസോളജി? സോ പോസോളജി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ടേമിൽ പൊസോസ് അല്ലെങ്കിൽ ഹൗ മച്ച്, ലോക്സ് മീൻസ് സയൻസ്. സോ എത്രയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എത്രയാണ് എന്ന് പറയുന്ന സയൻസിനെയാണ് നമ്മൾ പോസോളജി എന്ന് പറയുക കേട്ടോ. സോ ഇവിടെ നമ്മൾ എത്ര ഡോസേജിൽ എത്ര ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ കൊടുക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കും നമുക്ക് ആവശ്യമുള്ള ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. ഒരു ഡ്രഗ് കഴിച്ചാൽ മാത്രം പോരാ, അത് തെറാപ്യൂട്ടിക് എഫിക്കസി കാണിക്കണം, അല്ലെങ്കിൽ അസുഖം നമുക്ക് കുറയണമല്ലോ, അതിനാണ് നമ്മൾ തെറാപ്യൂട്ടിക് എഫിക്കസി പറയുക കേട്ടോ, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് പറയാം. സോ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം മുതലേ പറയില്ലേ മക്കളെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഇതിന് നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അത് ഏതൊക്കെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഏജ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു കുട്ടികൾ, വലിയ ആൾക്കാർ, പിന്നെ വയസ്സായ ആൾക്കാർ, അല്ലെങ്കിൽ ഗർഭിണിയായ ആൾക്കാർ, അങ്ങനെയുള്ള ഒരു കാറ്റഗറി നമുക്ക് ഉണ്ടല്ലേ. ഒരുപാട് കാറ്റഗറി ഉണ്ട്. മനുഷ്യരൊന്ന് തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും ഓരോരോ കാറ്റഗറിയാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളും വലിയ ആൾക്കാരും, അതും കിടപ്പായ രോഗികളില്ലേ, മുതിർന്നവരൊക്കെ, ഇവർ രണ്ടുപേരും ഹൈ റിസ്ക് പീപ്പിളാണ്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികളിലൊക്കെ എൻസൈമൊക്കെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. വലിയ ആൾക്കാർക്കോ ചില മരുന്ന് ഏൽക്കണം എന്നില്ല, അവർക്ക് അത്രയും ബോഡി വെയിറ്റ് ഉണ്ടാവണം എന്നില്ല അല്ലേ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ന്യൂ ബോൺ ആണ്. അപ്പം ന്യൂ ബോൺ ആയ കുട്ടികളിൽ മെറ്റാബോളിക് കൺസിഡറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ഞാൻ പറഞ്ഞ പോലെ എൻസൈംസ് ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേ ബേബി സിൻഡ്രോം, ലൈക്ക് ക്ലോറാംഫിനിക്കോൾ കൊടുത്താൽ കുഞ്ഞു കുട്ടികളിൽ ഗ്രേ ബേബി സിൻഡ്രോം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈസ് പീഡിയാട്രിക് ആണ്. സോ പീഡിയാട്രിക് എന്ന് പറയുമ്പം നമുക്ക് വലിയ ആൾക്കാരെ പോലെ കുഞ്ഞു കുട്ടികളിൽ നമുക്ക് ഒരുപാട് മരുന്നുകളില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വലിയ ആൾക്കാർക്ക് ഒരുപാട് ടൈപ്പ് മരുന്നുണ്ട്, പക്ഷേ കുഞ്ഞു കുട്ടികളിൽ മരുന്നുകളുടെ അളവ്
കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഡോസുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ എന്താണ് പ്രൊഫൈൽ നെസേറ്റിംഗ് അഡ്ജസ്റ്റഡ് ഡോസ് കമ്പയർഡ് ടു അഡൾട്ട്. കണ്ടോ, ഡിഫറെൻറ്റ് ഫാർമോകൈനറ്റിക് പ്രൊഫൈൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ആൾക്കാർ കൊടുക്കുന്ന പോലുള്ള മരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞു കുട്ടികളിൽ കൊടുക്കാൻ പറ്റില്ല. അവരുടെ ഫാർമക്കോ കൈനറ്റിക് മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് വലിയ ആൾക്കാരിലും കുഞ്ഞാൾക്കാരിലും ഡിഫറൻസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് അഡൾട്ടാണ്. അഡൾട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് നോക്കണം, ബോഡി വെയിറ്റ് നോക്കണം, അവരുടെ ബോഡി സർഫസ് ഏരിയ, അപ്പം BSA എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ജെറിയാട്രിക്സ് ആണ്. സോ ഈവൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന അത്രയും ഡോസ് മീൻസ് ഭയങ്കര പ്രായമായ ആൾക്കാരും കുഞ്ഞാൾക്കാർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പം വലിയ ആൾക്കാർ ഭയങ്കര മുതിർന്ന് കിടപ്പുള്ള ബെഡ് റിഡൻ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അണ്ടർലൈൻ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ അസുഖങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ കൊടുക്കേണ്ടത്. സോ നെക്സ്റ്റ് വൺ ഈസ് ജെൻഡർ ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആണിന് കൊടുക്കുന്നത് പോലെ ഒരു സ്ത്രീക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് മാറാം, അല്ലെങ്കിൽ ഡ്രഗ് റെസ്പോൺസ് വരെ. ഇപ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൽക്കഹോൾ നോക്കുവാണെങ്കിൽ സ്ത്രീകളിൽ ആൽക്കഹോൾ കഴിച്ച തന്നെയും പെട്ടെന്ന് മെറ്റാബോളിസം നടക്കത്തില്ല. എന്നാൽ ആണുങ്ങളിൽ പെട്ടെന്ന് മെറ്റാബോളിസം നടക്കും. അത് ജെൻഡറിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമോൺ ഇൻഫ്ലുവൻസ്, മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി, ലാക്ടേഷൻ ഒക്കെ ഒരു ഫാക്ട് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് ബോഡി വെയിറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ബോഡി വെയിറ്റ് ഒന്നെങ്കിൽ വെയിറ്റ് ഉണ്ടാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ഓവർ വെയിറ്റ് ആവുക, അല്ലെങ്കിൽ നമുക്കറിയാം പീഡിയാട്രിക് പേഷ്യൻസിനൊക്കെ ഭയങ്കര വെയിറ്റ്, കുഞ്ഞ് വെയിറ്റ് ഒക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. നെക്സ്റ്റ് ഇസ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഏത് റൂട്ടിൽ കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഓർലി കൊടുക്കുന്ന ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് IV കൊടുക്കും, IM ഇൻട്രാ മസ്കുലറി കൊടുക്കും, ഇൻട്രാ വീനസ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓർലി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ഷൻ ഭയങ്കര കുറവായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് തലവേദന വന്നു, പാരസ്റ്റമോൾ കഴിച്ചു, ചിലപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തലവേദന കുറഞ്ഞു തുടങ്ങാം. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെയല്ല, വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 സെറ്റ് ഓഫ് ആക്ഷൻ കിട്ടും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തലവേദന മാറുമെന്നുള്ളതാണ് കേട്ടോ. ബ്ലഡ് സ്ട്രീംസിൽ ഡയറക്റ്റ്ലി മരുന്ന് പോകുന്നുള്ള ഗുണമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ചില സമയങ്ങളിൽ ചില ഡ്രഗുകൾ നമ്മൾ ആഹാരവുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. അതായത് ചിലപ്പം ചില ഡ്രഗ്സൊക്കെ ആഹാരത്തിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കുറയുകയോ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കൂടുകയോ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ റിഫാംബസിൻ പോലുള്ള മരുന്നാണെങ്കിൽ ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ അസ്ത്രോമൈസിൻ ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആഹാരത്തിന് മുമ്പ് കഴിക്കാൻ പറയും. ചില ഡ്രഗുകൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക കഴിക്കാൻ പറയും. ഡയബറ്റിക് ഡ്രഗ്സൊക്കെ നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കഴിക്കാൻ പറയും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഈ എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ഫാക്ട് തന്നെയാണ്. ഇനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ലൈക്ക് ഡേ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ഇൻഫ്ലുവൻസ് ഡ്രഗ് എഫക്ട് വിത്ത് സെഡേറ്റീവ് മോർ എഫക്റ്റഡ് നൈറ്റ്. അതായത് ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സെഡേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഏറ്റവും കൂടുതൽ രാത്രി ആൾക്കാർ കഴിക്കുക. അതായത് നമ്മുടെ ഈ എൻവയോൺമെൻറ്റ്, നമ്മുടെ ലൈറ്റ് ഇല്ലേ, ലൈറ്റ് ഫാക്ടേഴ്സ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്കുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പം നമുക്ക് ഇരുട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെഡേറ്റീവ് പോലുള്ള ഡ്രഗുകളൊക്കെ നമുക്ക് രാത്രിയാണ് കൂടുതൽ നമ്മൾക്ക് എഫക്റ്റീവ് ആവുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഇമോഷണൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇമോഷണൽ റെസ്പോൺസ് നമ്മളെ തെറാപ്യൂട്ടിക് എഫിക്കസിയെ ബാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ അതേഴ്സ് കാറ്റഗറി ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. സോ നെക്സ്റ്റ് ഇസ് പ്രസൻസ് ഓഫ് ഡിസീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറെ അണ്ടർലൈൻ കോസുകൾ അല്ലെങ്കിൽ അണ്ടർലൈൻ ഡിസീസ് ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ എക്സാമ്പിൾ ലിവർ പ്രോബ്ലം അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ പറയാൻ പോകുന്നത് അക്യുമുലേഷൻ, പൊട്ടൻഷ്യൽ ടോക്സിറ്റി ഫ്രം പ്രൊലോങ്ഡ് ഡ്രഗ് എക്സ്പോഷർ ഡ്യൂ ടു സ്ലോ എക്സ്ക്രീഷൻ. ചില ഡ്രഗ്സ് നമ്മളെ ബോഡിയിൽ നിന്ന് പയ്യെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുള്ളൂ. പയ്യെ പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളെ ബോഡിയിൽ ആ ഡ്രഗ് ഒരുപാട് നേരം ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ ബോഡിയിൽ ഒരു ഡ്രഗ് ഒരുപാട് നേരം എന്തായിരിക്കും പ്രശ്നം, ടോക്സിക് ആവും. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലൊരാൾ വന്നിട്ട് പോകേണ്ട സമയത്ത് പോവാണ്ട് കുറേ നേരം ഇരിക്കുവാണ്, അപ്പം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതേപോലെ തന്നെയാണ് ബോഡിയുടെ കാര്യത്തിലും. അപ്പോൾ ഡ്രഗ് ഇരിക്കുവാണെങ്കിൽ അത് ടോക്സിക് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് അഡിക്റ്റീവ് എഫക്റ്റ് ആണ്. നമ്മൾ ഒരുപാട് ഡ്രഗുകൾ നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പം, കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഫക്റ്റുകൾ കൂടി വരാം. ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ അസോക്ലോഫെനാൻ കൊടുക്കുമ്പോഴേക്കും
വേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറയുവാണ് ചെയ്യുക. കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ കോമ്പൈൻഡ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഡ്രഗ് ബീങ് ഈക്വലന്റ് ടു ദ സം ഓഫ് ദിയർ ഇൻഡിവിജ്വൽ എഫക്റ്റ്. അതായത് ഒരു ഡ്രഗ് എന്താണോ എഫക്റ്റ് തരേണ്ടത് ആ എഫക്റ്റിന് സമ്മായിട്ട് മൾട്ടിപ്പിൾ ഡ്രഗ് കൊടുക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത് സൈനർജിസമാണ്. നമ്മൾ ഈ കോമ്പിനേഷൻ ഡ്രഗ് കൊടുക്കുമ്പോൾ ഡ്രഗിൻ്റെ എഫക്റ്റ് കൂടുന്നു, എൻഹാൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ആൻറ്റഗോണിസം ആണ്. ഓപ്പോസിറ്റ് ആക്ട്, ഓപ്പോസിറ്റ് എഫക്റ്റ് കൊടുക്കുന്നു. അതായത് നമ്മൾ ഡ്രഗ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണോ ഫാർമക്കോളജിക്കൽ റെസ്പോൺസ് കിട്ടേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ കൊടുക്കുമ്പോൾ നമുക്ക് പനി കുറയണം എന്നുണ്ടെങ്കിൽ ഈ ആൻറ്റഗോണിസം ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കുമായിരിക്കും ചെയ്യേണ്ടവ. നെക്സ്റ്റ് ഇഡിയോസിൻക്രസി അല്ലെങ്കിൽ അലർജി ആണ്. നമുക്ക് പെട്ടെന്ന് ഡ്രഗ് കഴിക്കുമ്പോൾ അലർജി വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ബോഡിയിൽ അലർജി കാണിക്കുന്ന കണ്ടീഷനെയാണ് ഇഡിയോസിൻക്രസി പറയുക. നെക്സ്റ്റ് ടോളറൻസ് ആണ്. നമ്മൾ ഒരുപാട് ഡ്രഗ് കഴിച്ചാൽ നമുക്കൊന്നും തോന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ കള്ളുകൂടിയന്മാരെ നോക്കിക്കേ, 1 പെഗ് കഴിക്കുന്നു, 2 പെഗ് കഴിക്കുന്നു, 3 പെഗ് കഴിക്കുന്നു, എന്നാലും കല്ല് പോയിരിക്കില്ലേ, അങ്ങനെയുള്ള കണ്ടീഷനുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കും കേട്ടോ, ഭയങ്കര എലാബറേറ്റ് പഠിക്കും. സോ ഇതിപ്പോൾ എന്താണ് പോയിന്റ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് വലിയ കാര്യമായിട്ട് ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ സംഭവം എന്ന് മാത്രം മനസ്സിലാക്കി പോവാം. നെക്സ്റ്റ് ടാക്കിഫൈലാക്സ് ആണ്. ടാക്കിഫൈലാക്സിൽ ഡിമിനിഷ്ഡ് റെസ്പോൺസ് ടു എ ഡ്രഗ് അഫക്റ്റ് റിപ്പീറ്റ് അഡ്മിനിസ്ട്രേഷൻ എ ഷോർട്ട് ടൈം സ്പെൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 4-5 ഗുളികകൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ ആ ഗുളിക തരേണ്ട എഫക്റ്റ് ഇന്ന് ടോട്ടലി കുറയുന്നു. അതിനാണ് നമ്മൾ ടാക്കിഫൈലാക്സിസ് എന്ന് പറയുന്നത്. ഡിമിനിഷ്ഡ് റെസ്പോൺസ് ആണ് കേട്ടോ. ഡിമിനിഷ്ഡ് റെസ്പോൺസ് ടു എ ഡ്രഗ് അഫക്റ്റ് റിപ്പീറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ഷോർട്ട് ടൈം സ്പാൻ. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് മെറ്റാബോളിക് ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിസം നടക്കുമ്പോഴാണ് ഡ്രഗ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എഫക്റ്റ് തരിക. അപ്പം നമുക്ക് മെറ്റാബോളിസിൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്ക് പണി കിട്ടുമല്ലേ. അത് തന്നെയാണ്. ഇനി ഡ്രഗ് ഡിപ്പെൻഡൻസ് ഒരു അഡിക്ഷൻ ആണ്. നമുക്ക് ഡ്രഗ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രഗ് വീണ്ടും കഴിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഡ്രഗിൽ അതെനിക്ക് ഇരിക്കാൻ പറ്റാണ്ട് തോന്നുക, എൻ്റെ ബിഹേവിയറിൽ മാറ്റം വരിക. കൂടുതലും സൈക്കോട്ടിക് ഡ്രഗ്സിലൊക്കെയാണ് കൂടുതലും ഈ ബിഹേവിയറൽ അല്ലെങ്കിൽ ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ഏറ്റവും കൂടുതൽ കാണിക്കുക കേട്ടോ. നോർമൽ ഡ്രഗിൽ അങ്ങനെ കാണിക്കാറില്ല. പിന്നെ ചില ആൾക്കാർ കാണിക്കാറുണ്ട്. ചില അമ്മമാർ പറയില്ല, എനിക്ക് മരുന്ന് കഴിക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല മക്കളെ എന്ന് പറയില്ലേ. അപ്പം അങ്ങനത്തെ ഉള്ളതാണ് നമ്മൾ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു പോയിന്റ്സ് ജസ്റ്റ് ആ പോയിന്റ്സ് അതുപോലെ ആ ഒരു പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കി എഴുതുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് ഒരുപാട് നമ്മളിവിടെ പഠിക്കുമ്പോൾ ഇനി ഫാർമക്കോളജി പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു മാത്രം പോയത്. ഇവിടെ നമുക്ക് ഈ സ്യൂട്ടിക്സിൽ ഇത്രയും ഫാർമക്കോളജിക്കലി ടൈപ്പ് ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഡ്രഗ് കാൽക്കുലേഷൻ ആണ്. ഇത് അതുപോലെ പഠിക്കുക, ഇത് നിർബന്ധമാണ്. അതുപോലെ തന്നെ പഠിക്കുക. യങ്സ് ഫോർമുലയുണ്ട്, ചൈൽഡ് ബിലോ 12 ഇയേഴ്സ്, പിന്നെ ഇൻഫൻറ്റ് മാക്സ് അപ് ടു 2 ഇയേഴ്സ്, ഡില്ലിംഗ് ഫോർമുല 4 to 20 ഇയേഴ്സ് ആൻഡ് കെസൽസ് റൂൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫോർമുലാസ് അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. 2 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ക്ലർക്സ് ഫോർമുല, അപ്പോൾ ഇത്രയും ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ചോദിക്കുന്നത് കാര്യമായിട്ട് എഴുതാം. പിന്നെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞ സമയത്ത് ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് 2-3 ഫോർമുല കുത്തിരിക്കി വെക്കാം. അപ്പോൾ മാർക്ക് കിട്ടും കേട്ടോ, എക്സ്ട്രാ മാർക്ക് കിട്ടും. ഇത് ഡോസ് ഫ്രം ബോഡി സർഫസ് ഏരിയ. സോ ബോഡി സർഫസ് ഏരിയ വെച്ചിട്ട് വെയിറ്റ് kgയും എത്ര അഡൽട്ട് ഡോസാണ് പോവേണ്ടതെന്നുള്ളൊരു കാൽക്കുലേഷനാണ്. ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. ഒരു 1 to 3 പോയിന്റ് പഠിച്ചിട്ട് ചുമ്മാ വരച്ചൊക്കെ വെക്കുവാണെങ്കിൽ എക്സ്ട്രാ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാക്സിമം പേപ്പർ നിറയ്ക്കുക എന്നുള്ളതാണ്. സോ ഇതെങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്, ചൈൽഡ് ഡോസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ നോക്കുക. നമ്മുടെ റെഫറൻസ് നോട്ടിൽ ഈ എല്ലാ കാൽക്കുലേഷൻസും എനിക്കൊന്ന് ഒരു 7 എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 7 എക്സാമ്പിൾ നോക്കുക. ക്ലാസ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് ആ സൈനർജിസം, ആൻറ്റഗോണിസ്റ്റ്, അഗോണിസ്റ്റ് വരുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുള്ളൂ. നന്നായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് കാണാം. ബൈ.